ഹായ് സുഹൃത്തുക്കളെ, ചരിത്രമുറങ്ങുന്നതായ പത്മനാഭപുരം പാലസിന് മുന്നിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. തടിയിൽ തീർത്ത ഇന്ത്യയിലെ പുരാതനമായ ഏറ്റവും വലിയ കൊട്ടാരം. മുൻപ് കൽക്കളം കൊട്ടാരം എന്നറിയപ്പെട്ടിരുന്ന പത്മനാഭപുരം പാലസ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1601 കൽക്കളം കൊട്ടാരം നിർമ്മിക്കപ്പെടുന്നത്. 1592 മുതൽ 1609 വരെ വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. പിന്നീട് 1741 അനുജൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിഞ്ഞത്. 1706 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം പരദേവതയായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അതിനുശേഷം ശ്രീ പത്മനാഭൻ്റെ ദാസനായാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. അങ്ങനെയാണ് കൽക്കളം കൊട്ടാരത്തിന് പത്മനാഭപുരം കൊട്ടാരം എന്ന പേര് വീണത്. 1795 പത്മനാഭപുരത്തു നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതോടുകൂടി പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പകിട്ടും പ്രാധാന്യവും കുറഞ്ഞു. പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതോടുകൂടി പത്മനാഭപുരം ഉൾപ്പെടുന്ന കന്യാകുമാരി തമിഴ്നാടിൻ്റെ ഭാഗമായി മാറി. എന്നാൽ കൊട്ടാരത്തിൻ്റെ നിയന്ത്രണവും അവകാശവും ഇപ്പോഴും കേരളത്തിനാണ്. 18-ാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിതത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഒരു പൈതൃക സ്മാരകം കൂടിയാണിത്. സത്രമഞ്ചന കട്ടിലും 2000-ഓളം പേരെ ഒരേ സമയം ഊട്ടാൻ കഴിയുന്ന ഊട്ടുമുറിയും ആയുധപുരകളും നൃത്തമണ്ഡപങ്ങളും തുടങ്ങി ഇതിനകത്തെ ഓരോ കാഴ്ചകളും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മണിച്ചിത്രത്താഴ്, ഹിസൈനസ് അബ്ദുള്ള തുടങ്ങി ഒട്ടനവധി സിനിമകൾ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.